ജിൽസി, സ്വാഭാവികമായും പ്രതിപക്ഷത്തെ ഈ പ്രഖ്യാപനങ്ങൾ അമ്പരപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണഗതിയിൽ പെൻഷനൊക്കെ കൂട്ടുന്നത്, ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ പെൻഷൻ വിഹിതമൊക്കെ കൂട്ടുന്നത് ഒരു 100 രൂപ അല്ലെങ്കിൽ ഒരു 200 രൂപയൊക്കെയാണ്. ഇത് ഒറ്റയടിക്ക് 400 രൂപ വർദ്ധിപ്പിക്കുകയാണ്. അതായത് 2000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലേക്ക് സ്വാഭാവികമായും ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന 2 പേരൊരു കുടുംബത്തിലുണ്ടെങ്കിൽ 4000 രൂപ ആ കുടുംബത്തിലേക്ക് വരികയാണ്. മാത്രമല്ല, അതിനിടയ്ക്കാണ് സ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രത്യേക പദ്ധതി നടപ്പിലാക്കുന്നത്. 1000 രൂപ സ്ത്രീകൾക്ക് ലഭ്യമാക്കുന്ന ഒരു പദ്ധതി കൂടി വരികയാണ്. അങ്ങനെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവർക്ക് വലിയ ആശ്വാസം പകരുന്ന പദ്ധതികൾ തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, അത് കൃത്യമായി നടപ്പിലാക്കുമെന്ന വാഗ്ദാനം കൂടി മുഖ്യമന്ത്രി തരുന്നുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഇത് വളരെ കൃത്യമായി നൽകും. മാത്രമല്ല, കുടിശ്ശിക അടക്കമുള്ളവ ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം അവസാനത്തോടു കൂടി കുടിശ്ശിക അടക്കം കൊടുത്തു തീർക്കുമെന്നൊരു പ്രഖ്യാപനം കൂടി വരുന്നുണ്ട്. അത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അവർ 2 തരത്തിൽ അവർക്കൊരു പ്രശ്നമുണ്ട്. ഒന്ന്, വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ വലിയ ക്ഷേമ പെൻഷൻ അടക്കമുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വന്ന് സർക്കാർ ജീവനക്കാരുടെ DA അടക്കമുള്ളവ വർദ്ധിപ്പിക്കുന്നു. DA കുറേ മുടങ്ങി കിടക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ഒരു ഗഡു നൽകാനുള്ള ഒരു തീരുമാനമെടുക്കുന്നു. അങ്ങനെ സമസ്ത മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ചും ആശ്വാസം പകരുന്ന പദ്ധതികളിലൂടെ സർക്കാർ വീണ്ടും ഒരു ജനകീയ മുഖം വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തിയാൽ അത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന അനുസരിച്ചാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വട്ടം കൂടി ഈ ക്ഷേമ പെൻഷനിൽ വർധനമുണ്ടാവും എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അതിനെ 2 തരത്തിൽ പ്രതിരോധിക്കേണ്ടി വരും. ഒന്ന്, ഇതിൻ്റെ ഒരു പൊള്ളത്തരം എന്താണെന്ന് വിശദീകരിച്ചുകൊണ്ട് നടത്തേണ്ട പ്രചരണങ്ങളായിരിക്കും. മറ്റൊന്ന്, ഈ സാമ്പത്തികമായി ഈ സർക്കാരിനെ ഇത് വലിയ പ്രതിസന്ധിയിലാക്കും. അതിന്റെ കണക്കുകൾ വിവരിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം നടത്തേണ്ടി വരും. എന്തായാലും പ്രതിപക്ഷം ഈ അല്പം ഉയർക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത് തന്നെയാണ്. എന്തായാലും സർക്കാരിന്റെ ഈ വമ്പൻ പ്രഖ്യാപനങ്ങളെ പ്രതിപക്ഷം എങ്ങനെ നേരിടുമെന്നുള്ള ചോദ്യം കൂടിയുണ്ട്. സേഫ്, അതിനപ്പുറത്തേക്ക് നമ്മുടെ പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രി ജാലവിദ്യക്കാരനാണെന്ന് ജനത്തിന് ബോധ്യപ്പെടാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ട്. കാരണം 10,000 കോടിയാണ് ഒരു സംസ്ഥാനത്തിന് അധികമായി വരുന്നത്. അത് എവിടെ നിന്ന് കണ്ടെത്തുമെന്നുള്ള ചോദ്യമൊക്കെയുണ്ട്. അത് തന്നെയാണ് പ്രതിപക്ഷവും ചോദിക്കുന്നത്.